ശബരിമല സന്നിധാനത്ത് പോലീസുകാരുടെ വിശ്രമ കേന്ദ്രത്തിന് സമീപം നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തി. ശ്രീകോവിലേക്കുള്ള ഫ്ലൈ ഓവറിന് താഴെയുള്ള സ്ഥലത്താണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോലീസുകാർക്കിടയിലും ലഹരി പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജനം ടിവി വാർത്തയിൽ അന്വേഷണമുണ്ടാകുമെന്ന് എക്സൈസ് അറിയിച്ചു. സന്നിധാനത്ത് 18-ാം പടി ഡ്യൂട്ടിക്കിടെ പോലീസുകാർ വിശ്രമിക്കുന്ന സ്ഥലത്തിന് സമീപമാണ് ഈ കാഴ്ച. ഉപയോഗിച്ച നിലയിൽ നിരവധി നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കാണാം. ശ്രീകോവിലിന് സമീപമുള്ള ഫ്ലൈ ഓവറിന് താഴെയാണ് ഈ സ്ഥലമുള്ളത്. ഭക്തർക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ കയറും കെട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇത്രയും ലഹരി പദാർത്ഥങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയെന്നത് ഗൗരവതരമാണ്. ഓരോ ഭക്തരെയും പരിശോധിച്ച ശേഷമാണ് പമ്പയിൽ നിന്നും മല കയറ്റിവിടുന്നത്. എന്നാൽ പോലീസുകാർക്കിടയിൽ പരിശോധനയുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ജനം ടിവി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും പരിശോധന ശക്തമാക്കുമെന്നും സന്നിധാനം എക്സൈസ് ഓഫീസർ അറിയിച്ചു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നമ്മളവിടെ നിരന്തരം പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഒന്നുകിൽ പരിശോധന കണ്ടു പേടിച്ചെന്തോ വീഴ്ചയാകാനാണ് ഒരു സാധ്യത. തുടർന്നും പരിശോധന ഉണ്ടാവും. അതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമം നടത്തും. അതെ, നിരവധി ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അപ്പം അത്തരത്തിൽ വന്നതാകാനും എന്തായാലും അതൊരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കത് പരിശോധന ഈ പല വഴികളിലൂടെ എത്തുന്നുണ്ടല്ലോ. അപ്പം ഈ നമ്മളിതിലെ വരുന്ന ട്രാക്ടർ ഉൾപ്പെടെ ഉള്ളത് പരിശോധിക്കാറുണ്ട്. ശ്രദ്ധയിൽപ്പെടുന്നതെല്ലാം അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കാറുണ്ട്. കടകളിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്താൻ കഴിയും. പോലീസിനെ എന്നുള്ളതല്ല, നമുക്ക് എല്ലാ തരത്തിലും ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് സംശയകരമായ സാഹചര്യത്തിലുള്ള എല്ലാവരെയും പരിശോധിക്കും. ലഹരി പദാർത്ഥങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ എക്സൈസിന് കഴിഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നത് പോലീസുകാർക്ക് നേരെയാണ്. പരിപാവനമായ മഹാക്ഷേത്രത്തിലാണ് ഈ സംഭവം. അതേസമയം ഭക്തർക്ക് മേൽ പഴിചാരാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ജനം, സന്നിധാനം.